ആറാമത്തെ ദൂതൻ കാഹളമൂതിയ ശേഷം മറ്റൊരു ബലവാനായ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടു. മേഘമുടുത്തും തലയിൽ ആകാശവെള്ളി ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂൺ പോലെയുമുള്ള ഈ ദൂതന്റെ കയ്യിൽ തുറന്നൊരു ചെറിയ പുസ്തകമുണ്ടായിരുന്നു. ദൂതന്റെ കൈവശമുള്ള ഈ ചെറു പുസ്തകം യോഹന്നാന് തിന്മാൻ കൊടുത്തു. അത് വായിൽ മധുരവും വയറ്റിൽ കയ്പുമായി തീർന്നു. ഇതിൽ നിന്ന് ഈ പുസ്തകത്തിൽ തുടർന്ന് നടക്കാനിരിക്കുന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ചും രാജാക്കന്മാരെയും വംശങ്ങളെയും ഭാഷക്കാരെക്കുറിച്ചുമുള്ള സന്ദേശമായിരുന്നു എന്ന് മനസ്സിലാക്കാം. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി യോഹന്നാൻ കണ്ട ഈ ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കാലമുണ്ടാകുകയില്ല എന്നതിലൂടെ മനസ്സിലാവുന്ന മർമ്മം സൂര്യചന്ദ്രന്മാരില്ലാത്ത പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും വരാനിരിക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ദൈവം 2 സാക്ഷികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 നിലവിളക്കുകളാണ് ഈ അഭിഷിക്തന്മാർ. ഇവർ രട്ടുടുത്ത് 1260 ദിവസം പ്രവചിക്കും. ഇവരുടെ പ്രവചന കാലഘട്ടത്തിൽ ഭൂമിയിൽ മഴ പെയ്യ്ക്കാതിരിക്കാനും എതിർക്കുന്നവരെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിക്കാനും ഇവർക്ക് അധികാരം ലഭിച്ചു. അന്ധകാരം നിറഞ്ഞ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ദൈവിക വെളിച്ചം വ്യാപരിക്കുന്നത് ഇവരിലൂടെ മാത്രമായിരിക്കും. ഈ അഭിഷിക്തന്മാർ 3.5 വർഷത്തെ അവരുടെ വേല തികച്ചു കഴിയുമ്പോൾ ആഴത്തിൽ നിന്ന് വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ കൊന്നുകളയും. യെരുശലേമിൻ്റെ തെരുവീതിയിൽ അവരുടെ ശവം 3.5 ദിവസം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ആ ശവം കാണും. 3.5 ദിവസം കഴിയുമ്പോൾ ദൈവത്തിൽ നിന്നും ജീവശ്വാസം അവരുടെ മേൽ വീണിട്ട് അവർ കാലൂന്നി നിവർന്നു നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഇവിടെ കയറി വരിക എന്ന മഹാശബ്ദമുണ്ടായിട്ട് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. സഭയുടെ എടുക്കപ്പെടലിന് സമമാണിത്. ഈ സ്വർഗാരോഹണം നടക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ട് നഗരത്തിൽ 10 ഇടിഞ്ഞ് 7000 പേർ മരിക്കുവാനിടയാവുകയും ശേഷിച്ചവർ ഭയപരവശരായി ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യും. പിന്നെ 2 അടയാളങ്ങൾ യോഹന്നാൻ കാണുന്നുണ്ട്. ഒന്ന്, സൂര്യനെ അണിഞ്ഞ സ്ത്രീ. തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുള്ള കാൽക്കീഴിൽ ചന്ദ്രനുള്ള സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ യോഹന്നാൻ കാണുന്നുണ്ട്. ഇത് ഇസ്രായേൽ ജനതയെ കാണിക്കുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. അവൾ ഗർഭം ധരിച്ചത് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള രക്ഷകനായ യേശു ക്രിസ്തുവിനെയാണ്. രണ്ടാമതായി കാണുന്നത് 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമുള്ള മഹാസർപ്പത്തെയാണ്. ഇത് സാത്താനെ പ്രതിനിധാനം ചെയ്യുന്നു. സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുന്നിൽ വന്നു. കുട്ടി ദൈവത്തിൻ്റെ സന്നിധിയിലെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുകയും സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയും അവിടെ അവളെ 1200 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയിരിക്കുന്നൊരു സ്ഥലം അവൾക്കുണ്ട്. മഹോപദ്രവ കാലഘട്ടത്തിൽ പീഡനം അധികമാവുമ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയും ദൈവം അവർക്കായി ഒരു സങ്കേത നഗരം ഒരുക്കുന്നതുമാണ് ഇതിൻ്റെ പിന്നിലുള്ള മർമ്മം. പിന്നീട് സ്വർഗത്തിൽ മീഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനും സൈന്യത്തോടും യുദ്ധം ചെയ്ത് സാത്താനും സൈന്യവും പരാജയപ്പെട്ടു. അവൻ ആധിപത്യമുണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്നും അവൻ എന്നേക്കുമായി തള്ളപ്പെടുകയും ചെയ്തു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് സർപ്പം കണ്ടിട്ട് സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൻ അവളുടെ പിന്നാലെ ചെന്ന് തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി നദിയെ വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. പിന്നീടുള്ള അധ്യായങ്ങളിൽ 2 മൃഗത്തെ നമ്മൾ കാണുന്നുണ്ട്. 2 മൃഗങ്ങൾക്കും പിശാചാണ് അധികാരവും ശക്തിയും കൊടുക്കുന്നത്. ഒന്ന്, സമുദ്രത്തിൽ നിന്നും വരുന്ന മൃഗം. ഈ മൃഗത്തിന് 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയുമുണ്ട്. തലയിൽ ദൂഷണനാമമുണ്ട്. പുള്ളിപ്പുള്ളിക്ക് സദൃശ്യമായൊരു മൃഗം വായ് സിംഹത്തെ പോലെയും കാൽ കരടിയെ പോലെയും ഇരിക്കുന്നു. ഇത് അന്ത്യകാലത്തുള്ള ജാതീയ ലോകരാജ്യത്തെയും അതിൻ്റെ രാജാവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. മൃഗത്തെ പോലെ ക്രൂരനായ അവൻ ലോകത്തിൻ്റെ രാഷ്ട്രാധികാരവും മതാധികാരവും നേടും. ഈ മൃഗത്തിൻ്റെ തലകളിൽ ഒന്നിൽ മരണകരമായ മുറിവും ബമ്പും ദൂഷണവും പറയുന്ന വായും വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള അധികാരവുമുണ്ട്. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരും അവനെ നമസ്കരിക്കും. 2ാമത്തെ മൃഗം ഭൂമിയിൽ നിന്നും കയറുന്ന മൃഗം. കുഞ്ഞാടിനെ പോലെ 2 കൊമ്പുള്ള ഈ മൃഗം 1ാമത്തെ മൃഗത്തെ അനുസരിക്കുന്നു. ജനത്തെ ഉപദേശിക്കുന്ന കള്ളപ്രവാചകന്മാരെയാണ് ഈ മൃഗം സൂചിപ്പിക്കുന്നത്. മനുഷ്യർ കാണുകയെ അവർ ആകാശത്ത് നിന്നും തീയിറക്കുകയും വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലുകയും ചെയ്യും. എല്ലാവരും വന്ന് എതിർക്രിസ്തുവിനെ നമസ്കരിക്കുകയും വിൽക്കുന്നതിനും വാങ്ങുന്നതിനും അവൻ്റെ മുദ്രയിടുകയും 666 നെറ്റിയിലോ കയ്യിലോ സ്വീകരിക്കുകയും വേണം. എതിർക്രിസ്തുവിൻ്റെ സംഖ്യയാണ് ഈ 666. പിന്നീട് യോഹന്നാൻ കാണുന്നത് സിയോൻ മലയിൽ കുഞ്ഞാടിൻ്റെ നാമം എഴുതി തിരഞ്ഞെടുക്കപ്പെട്ട
14,400 വിശുദ്ധന്മാർ, മാലിന്യമേൽക്കാത്തവർ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നവർ, വായിൽ ഭോഷ്കില്ലാത്തവർ, കളങ്കമില്ലാത്തവർ, ഇവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പിൽ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. അതിനുശേഷം ദൂതന്മാർ സുവിശേഷം ഘോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ദൂതൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ന്യായവിധിയുടെ ആഹ്വാനം നൽകുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ദൂതൻ മഹതിയാം ബാബിലോണിൻ്റെ തകർച്ചയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. മൂന്നാമത്തെ ദൂതൻ എതിർക്രിസ്തുവിനെ ആരാധിക്കുകയും അവനെ നിർത്തിയിരിക്കുന്ന മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്യുന്നവരെല്ലാം ദൈവക്രോധത്തിൻ്റെ മദ്യം കുടിക്കേണ്ടതാകുന്നുവെന്ന ന്യായവിധിയുടെ തീക്ഷ്ണതയെ ഓർപ്പിക്കുന്നു. 3 ദൂതന്മാരുടെയും പ്രസ്താവനകൾക്ക് ശേഷം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ദൈവശബ്ദം ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെക്കുറിച്ചാണ്. അതിപ്രകാരം എഴുതിയിരിക്കുന്നു: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാവുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ.